തയ്യാറാക്കാൻ പോകുന്ന മോദകം അല്ലെങ്കിൽ കൊഴുക്കട്ട. അതിന് വേണ്ടിയ സാധനങ്ങൾ: തേങ്ങ അരക്കപ്പ്, ചെറുപയർ പരിപ്പ് 1/4 കപ്പ്, ശർക്കര അരക്കപ്പ്, അരിപ്പൊടി 1 കപ്പ്, ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. അത് ലേശം ഉപ്പിടണം, ഒരു നുള്ളു ഉപ്പിട്ടിട്ട് തിളച്ച വെള്ളം ഒഴിക്കണം. ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ഇളക്കണം. നമ്മൾ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന മാതിരി കുഴച്ച് എടുക്കണം. നല്ല കുഴച്ച് നല്ല മയം വരുത്തണം. ഇനിയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിക്കണം. എന്നിട്ട് വീണ്ടും നല്ലവണ്ണം ഒന്ന് കുഴയ്ക്കണം. കുഴച്ച് നല്ല ഒരു ഉരുളയാക്കി വെക്കണം. നല്ല മയം വരും. ഇനി അത് മാറിയിരിക്കട്ടെ. ഇനി നമുക്ക് ശർക്കരയും തേങ്ങായും കൂടി ഇട്ട് മൂങ് ദാലും കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം അടുപ്പേ വെച്ച് ശർക്കര ഉരുകി ചൂടാക്കി നല്ലതായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അത് വഴിച്ച് നല്ലതായിട്ടാണ്. ശർക്കര ഉരുക്കിയിട്ട് എല്ലാം ഇട്ടാലും മതി, ഞാൻ ഒന്നിച്ചിട്ടെന്നുള്ളതേ ഉള്ളൂ. നല്ല കട്ടിയാക്കി പാവ് കാച്ചിയെടുക്കണം. മതി, ഓഫാക്കാം. ഇനി അരിപ്പൊടി ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കണം. എന്നിട്ട് അതിനുള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. കയ്യിലൊരു മയം തൂക്കണം. മയം തൂത്ത ഉരുള ഇതാക്കി നടുക്ക് ഒരു കുഴി കുഴിച്ച് അതിലേക്ക് നമ്മൾ ആ പാവ് കാച്ചി തിന്നാക്കണം. കുഴി കുഴിച്ച് നമ്മൾ നല്ലോണം തിന്നാക്കിയിട്ട് ആ പാവ് കാച്ചിയത് അതിനകത്ത് വെച്ച് ഉരുട്ടണം. നല്ല ഉരുളയാക്കി വെക്കണം. അങ്ങനെ എല്ലാം നമ്മൾ ഓരോന്ന് വീതം എല്ലാം എടുക്കണം. ഇപ്പം നമ്മളെല്ലാം എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം അടുപ്പേ വെച്ചിട്ട് അത് ആവി കയറ്റിയെടുക്കണം. തട്ടം വെച്ചിട്ട് തട്ടത്തിലൊരു മയം വെക്കണം. ഇല്ലെങ്കിൽ ഇഡ്ഡലി തട്ട് വെച്ചാലും മതി. ഒരു മയം തൂക്കണം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. നെയ്യോ എണ്ണയോ എന്ത് വരട്ടിയാലും മതി. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് തുറന്നു നോക്കിയാൽ വെന്തിരിക്കും. അഞ്ച് മിനിറ്റായി, നമുക്ക് തുറന്ന് നോക്കി. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കി ഒന്ന് തണുക്കുമ്പം നമ്മൾ ആവി ഒന്ന് പോയി കഴിഞ്ഞിട്ട് എടുക്കണം. നമ്മുടെ മോദകം റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.